ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് വരയ്ക്കാൻ പോകുന്ന പൂച്ചക്കുട്ടിയെ. ആദ്യം നമുക്ക് കണ്ണ് വരയ്ക്കാം. പൂച്ചയുടെ കണ്ണ് വരച്ചു കൊടുത്തു. എന്നിട്ട് ഇച്ചിരി വട്ടം വരച്ചിട്ട് ബാക്കി ഭാഗത്ത് ബ്ലാക്ക് കൊടുക്കണം അല്ലേ? മൂക്കല്ലേ? ട്രയാങ്കിൾ പോലെ വരച്ചു കൊടുത്തു. ഇച്ചിരി വട്ടം കണ്ടു മുഖം വരച്ചപ്പം പട്ടിക്കുഞ്ഞിൻ്റെ കൂട്ടായി. ഓക്കെ, ഇങ്ങനെ വരച്ചു കൊടുത്തു. ഇതുപോലെ അപ്പുറത്തും വരച്ചു കൊടുത്തു. ചെവി വരയ്ക്കാം. കൂർത്ത ചെവി അല്ലേ? ഇച്ചിരി വലുതായി പോയി തോന്നുന്നു ചെവി. ആണോ? നമ്മുടെ സാരമില്ല, ചെവിക്ക് കേൾവി ശക്തി പൂച്ചയ്ക്ക് നമ്മളെ കാലം കൂടുതലുണ്ട്. അതുകൊണ്ട് ഇച്ചിരി നീണ്ടിരുന്നു കേട്ടെ. അതിങ്ങനെ ചെവി കൂർപ്പിച്ച് നമ്മളൊക്കെ വിളിക്കുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കുന്ന കേട്ടിട്ട് കണ്ടിട്ടില്ലേ? അതുപോലെ അങ്ങനെ ഈ ചെവി വരച്ചു. എന്നിട്ട് ചെവിയുടെ ഉൾഭാഗത്ത് ഇങ്ങനെ വരച്ചു. എന്നിട്ട് അതിൻ്റെ ബെൽറ്റാണോ വരയ്ക്കുന്നത്? അതിനൊരു ബെൽറ്റ്, വീട്ടിൽ വളർത്തുന്ന പൂച്ചയല്ലേ, അതിനൊരു ബെൽറ്റ് വരച്ചു കൊടുക്കും. നല്ല ഭംഗിയുള്ള ഒരു ബെൽറ്റ് വരച്ചു കൊടുത്തു. കൊടുത്തില്ല, കൊടുക്കാം. എന്നിട്ട് ഓക്കെ, അത് നല്ല ഭംഗിയാക്കി. ഓക്കെ, ചരിഞ്ഞിരിക്കുന്ന പൂച്ചയാണോ വരയ്ക്കുന്നത്? എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ അല്ലേ? ഇങ്ങനെ ഇങ്ങടുത്ത് കാല് വരയ്ക്കണം അല്ലേ? ഇവിടുന്ന് ഇങ്ങനെ. ഈ പൂച്ചയ്ക്ക് നഖമുണ്ടല്ലോ മോനെ, അകത്തോട്ട് വരയ്ക്കാൻ പറ്റും. ഇങ്ങനെ കൊണ്ടുവന്ന് അവിടോട്ട് ചേർക്കാം അല്ലേ? ഇങ്ങനെ കൊണ്ടുവന്ന് അവിടോട്ട് ചേർക്കാം. ഓക്കെ, ഒരു വലിയ വാലുള്ള പൂച്ചയാണോ? നല്ല വാലാണല്ലോ പൂച്ചയ്ക്ക്. ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ചേർക്കാം. ഇങ്ങനെ ബാക്കിലത്തെ കാലല്ലേ? ഇങ്ങനെ വെച്ചു. ഓക്കെ, വാലിനൊരു ഡിസൈൻ കൊടുക്കാം അല്ലേ? വാലിനൊരു ഡിസൈൻ കൊടുത്തു. ഇനി മീശ വരച്ചു കൊടുക്കാം. ഓക്കെ, മീശ വരച്ചു കൊടുത്തു. 1 2 3 1 2 3. കളർ അടിച്ചിട്ട് വരാം. അപ്പം നമ്മളൊരു സ്നേഹമുള്ള ക്യൂട്ടായ പൂച്ചയെ നമ്മൾ കളർ അടിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ, സീ യു.